കാറ്റ് പോവോ എന്തോ എന്തോ ഇന്നൊന്നിനൊരു മൂടില്ല. അടിവയറ്റിൽ മഞ്ഞ് വീണ് വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ലെങ്കിലും എന്തോ അങ്ങനത്തെ ഒരു ഫീല്. കിടക്കണ്ടാൽ ഉറക്കം വരുന്ന എനിക്ക് അന്ന് ഉറങ്ങാൻ പറ്റിയില്ല. എന്തൊക്കെയോ ആലോചിച്ച് എപ്പോഴാണ് ഉറങ്ങിയത്. രാവിലെ പോരാളിയുടെ ചവിട്ടുകൊണ്ടപ്പോഴാണ് പോയ കിളിയൊക്കെ വന്ന് കൂട്ടി കയറിയത്. പതിവ് പോലെ തന്നെ നമ്മളിന്ന് നേരം വൈകിയാണ് ക്ലാസ്സിലെത്തിയത്. അവിടെ എനിക്കല്ലാതെ പതിവിന് വിപരീതമായി ആർക്കൊന്നും പറ്റിയിട്ടില്ല. മസിൽമാൻ പതിവ് പോലെ മസിൽ പിടിച്ച് നിൽപ്പുണ്ട്. ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോഴും പതിവ് പോലെ തന്നെ. ക്ലാസ്സിൽ കയറിയിരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ മൈൻഡൊക്കെ സെറ്റായി. പക്ഷേ ഉള്ളിലെവിടെയോ ഒരു നീറ്റൽ, കൂടെ തകർത്ത് പെയ്യുന്ന മഴ പതിവിന് വിപരീതമായി എന്നിൽ ഒരു അസ്വസ്ഥത പടർത്തി. ഞാൻ പരമാവധി അടിച്ചു പൊളിച്ച് നടക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. വീട്ടിലെത്തി ഭയങ്കര ക്ഷീണം. ഫ്രഷായി ഞാൻ പെട്ടെന്ന് കയറി കിടന്നു. നേരത്തെ ഇറങ്ങിയതുകൊണ്ട് രാവിലെ പെട്ടെന്ന് എണീറ്റ് ബാൽക്കണിയിൽ പോയി നിന്ന് നോക്കുമ്പോൾ നല്ല കിടുക്കാച്ചി ക്ലൈമറ്റ്. മഴക്കാറുണ്ടെങ്കിലും പെയ്യുന്നില്ല. പക്ഷെ പകരം നല്ല കിണ്ണം കാച്ചിയ കാറ്റടിക്കുന്നുണ്ട്. നല്ല തണുത്ത കാറ്റ് നമ്മളിങ്ങനെ തൊട്ട് തലോടി പോയപ്പോൾ ആഹാ എമ്മ ഫീലാന്ന്. പോയ ഉത്സാഹമൊക്കെ പാണ്ടി ലോറി പിടിച്ച് തിരിച്ചു വന്നു. പെട്ടെന്ന് നിന്ന് ഫ്രഷായി കോളേജിലേക്ക് വെച്ച് പിടിച്ച്. മഴ ചാറുന്നുണ്ടെങ്കിലും സ്ട്രോങ് ഇല്ല. എന്നാലും നടത്തത്തിന് സ്പീഡ് കൂട്ടി. ചെയ്താൽ പണി പാളും. കൂടെയുണ്ട് എന്നാലും എടുക്കൂല. നനഞ്ഞാൽ പണിയാ. നമ്മൾ പിന്നെ പണ്ടേ മടിച്ചാണല്ലോ. എവിടെ ഇതെന്നെ കൊണ്ടേ പോകും. മഴ തകർത്ത് പെയ്യാൻ തുടങ്ങി. ഇതുകൊണ്ടാ ശരിയാവൂല. വെള്ളത്തിൽ ചാടിയ പോലെ ഉണ്ടാവും. അതുകൊണ്ട് ഓടി നേരെ മുന്നിൽ കണ്ട കുടയിലേക്ക് കയറി. കുടയുടെ ഉടമസ്ഥനെ കണ്ട എൻ്റെ കിളി മാത്രമല്ല, അടുത്ത വീട്ടിലെ കിളി വരെ പറന്നുപോയി. നമ്മുടെ മാലാഖൻ, അല്ല സോറി കാലമാടൻ എന്നെ ചുഴിഞ്ഞു നോക്കിക്കൊണ്ട് നിൽക്കുന്നു. ഈശ്വരന്മാരെ, ഇന്നെന്നെ ഭിത്തിയെന്ന് വടിച്ചെടുക്കേണ്ടി വരും. ഇങ്ങേരി തന്നെ നോക്കി കരിച്ചെടുത്ത് ചപ്പാത്തി കൂട്ടി കഴിക്കുമല്ലോ. ചിരിക്കണോ കരയണോ? മുഖത്തോട്ട് നോക്കിയിട്ടാണെങ്കിൽ അവിടെ എന്ത് മാങ്ങാത്തൊലിയാണെന്ന് മനസ്സിലാവുന്നില്ല. ഒരു തൊലിഞ്ഞ ഭാവം. ഇങ്ങനെയൊന്നും മനുഷ്യന്റെ കൂടുതൽ കൂട്ടാൻ പറ്റത്തില്ല. പുറത്താണെങ്കിൽ നല്ല മഴ. അതുകൊണ്ട് ഇറങ്ങിപ്പോവാനും തോന്നില്ല. ഒന്ന് ഇളിച്ച് കാണിച്ചു കൊടുത്തു. വെറുതെ എക്സ്പ്രഷൻ ഇട്ട് ഞാൻ തളർന്നു. അവസാനം രണ്ടും കൽപ്പിച്ച് ഞാൻ ഇറങ്ങി. അപ്പോഴാണ് കയ്യിലൊരു പിടുത്തം വീണത്. തിരിഞ്ഞു നോക്കിയ കണ്ണുപോയി ബ്രെയിനിൽ കയറി നിന്നു. അനങ്ങാനാവാതെ നിന്നപ്പോഴും പുള്ളിക്കാരൻ നടന്നു തുടങ്ങി. ഇങ്ങനെ ഇത് PT ഉഷയ്ക്ക് പഠിക്കുവാണോ? ഞാൻ കൂടെയില്ലാന്ന് തോന്നിയുകൊണ്ടാണ് തിരിഞ്ഞു നോക്കി നിപ്പാണ്. നിന്നെ പാട്ടും പുടവയും തന്ന് സ്വീകരിച്ചുകൊണ്ട് പോവാൻ ഇനി ആരെങ്കിലും വരുമോ? വന്ന് കൊട കയറി. കാലും മണ്ണിലുറച്ച് പോയോ പടച്ചോനെ. ഒരുവിധം അത് വലിച്ചെടുത്ത് ഏന്തി വലിഞ്ഞ് ഞാൻ കൊടയിൽ കയറി. ഒരു താങ്ങിന് പിടിക്കാൻ ഒരാളുണ്ടെങ്കിലെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചു. ഒരു കുടയിൽ ഒന്നിച്ച് നടക്കുമ്പോൾ എന്നിലുള്ള വികാരം എന്തെന്നറിയാതെ ഞാൻ വിങ്ങി. അങ്ങേരുടെ മുഖത്തോട്ട് നോക്കാനൊരു ധൈര്യക്കുറവ്. ഇനി അതെങ്ങാനും പറഞ്ഞ് തള്ളി താഴെയിട്ടാലോ? ഒളി കണ്ണിട്ട് നോക്കി. ആ കണ്ണിലൊരു തിളക്കമില്ലേ. ഇങ്ങേരുടെ വികാരപ്പെട്ടി കാര്യമായിട്ട് എന്തോ കുഴപ്പമുണ്ട്. കൂടെയുള്ള എൻ്റെ ശത്രുവായിരുന്നിട്ട് കൂടി ഒന്നിച്ചൊരു കൂടയിൽ പോകുമ്പോൾ ഉള്ളിലൊരു കുളിരാണ്. പക്ഷേ ഇവിടെ ഈ മഴയത്ത് സ്വന്തം കൂടയിലൊരു പെണ്ണിനെ കിട്ടിയിട്ട് ഒന്ന് നോക്കാൻ പോലും നിൽക്കാതെ അകന്നു മാറി മഴ കൊള്ളുന്ന ഈ മനുഷ്യനോട് എനിക്ക് സഹതാപമാണ്. ഇയാൾക്കൊന്ന് ചിരിച്ചൂടെ? മാസിരി കയറ്റി പിടിച്ച് നടക്കാൻ ഇങ്ങേരാ സൽമാൻ ഖാനും. വല്ല അറ്റാക്ക് വരും മനുഷ്യ. വല്ലപ്പോഴൊക്കൊന്ന് ചിരിക്ക്. ഇതെങ്ങാനും അങ്ങേര് കേൾക്കണം. പപ്പടം പൊടിക്കണ പോലെ പൊടിക്കും. ക്ലാസ്സിലെത്തിയതും ബെഞ്ചിലേക്ക് അങ്ങോട്ട് വീഴുകയായിരുന്നു. നോക്കുമ്പോഴേ പുള്ളിക്കാരൻ തിരിച്ചു പോകുന്നു. ക്ലാസ്സിലുള്ള സകല അവളുമാരുടെയും മോന്ത കണ്ടപ്പോൾ പണ്ടെങ്ങോ കരിഞ്ഞു പോയതിൻ്റെ 2 ബൾബങ്ങ് ഒന്നിച്ച് കത്തി. സാറ് പോയത് ഐഷു മീരി എന്നെ പൊതിഞ്ഞു. ഒരത്ഭുത ജീവി നോക്കുന്ന പോലെ എല്ലാവരും എന്നെ നോക്കി. ഞാൻ ഏതൊക്കെ എന്ത് എന്ന ഭാവത്തിൽ കട്ടക്കങ്ങ് നിന്നു. ക്ലാസ്സിൽ സുന്ദരി കോതകളെ രക്തമയം വാർന്ന മോന്ത കണ്ട് ഞാൻ ആനന്ദപുളകിതയായി. ഓ, ഞാനൊന്ന് ബുക്ക് എടുക്കാൻ പോയതാ. അപ്പം നേരത്തെ എന്നെ കൊണ്ടുവിടാൻ വേണ്ടി വന്നതാ. അതിനിൽ കുറച്ച് അഹങ്കാരം വരുത്തി. കാരണം എന്തൊക്കെ പറഞ്ഞാലും മൂപ്പരൊരു ചെറിയ മമ്മൂട്ടിയാ. പിന്നെ ഇവിടെയുള്ള സകല അവളുമാരുടെ ആരാധനാപാത്രവും. അപ്പം പിന്നെ എനിക്ക് കുറച്ച് അഹങ്കരിക്കാമല്ലേ? അഹങ്കരിക്കാം. ഇനി ഒരാഴ്ചത്തേക്ക് ഇത് മതി. അങ്ങനെ ഫുൾ വോൾട്ടേജിൽ നമ്മളങ്ങനെ കത്തി നിന്നു. പക്ഷേ എവിടെ കത്തിയ ബൾബിനൊക്കെ അങ്ങേര് കല്ലെറിഞ്ഞ് പൊട്ടിച്ചു. പിന്നെ പണ്ടത്തെ കൂറ സ്വഭാവം തുടങ്ങി. ഇങ്ങേര് നന്നാവില്ല. ഇതെന്തിൻ്റെ കുഞ്ഞാണോ എന്തോ. രാവിലെ നടന്ന കാര്യം പൊടിപ്പും തൊങ്ങലും വെച്ച് ഐഷുവിനും മീരക്കും പറഞ്ഞു കേൾപ്പിക്കുന്നതിൻ്റെ ഇടയിലാണ് നമ്മുടെ മാലാഖൻ നമ്മളെ തന്നെ നോക്കി നിൽക്കുന്നത് കണ്ടത്. ദൈവമേ, തൊലഞ്ഞ് കഴിഞ്ഞ തൻ്റെ കഥാപ്രസംഗം. ഇനി താൻ പറഞ്ഞു കേട്ടി ഇനി ഞാൻ പറയാം. താൻ എണീറ്റേ, എന്നിട്ടേ അവിടെ പോയി നിന്നോ. കാലൻ നൈസായിട്ട് പിടിച്ച് പുറത്താക്കി. ഏതൊക്കെ എന്ത് കൊല്ലാം, പക്ഷെ തോൽപ്പിക്കാനാവില്ല. ഇതുപോലെ വഴിപാടാണോടേ. നമ്മുടെ സമസാറാണ്. ഞാൻ ഇളിച്ചുകൊണ്ട് നിന്നേയുള്ളൂ. താനിതെന്നും പുറത്താണല്ലോ. എന്നാൽ പിന്നെ ഈ പീരീഡ് കഴിഞ്ഞ് പോന്നാ പോരെ. ഇയാൾക്കിതെന്താ ഇവളോട് ഇത്രമാത്രം പറയാനുള്ളത്?
ഇവളാരാ? ഇവന്റെ കുഞ്ഞമ്മയുടെ മോളോ? തൂണിലും തുരുമ്പിലും ഇയാളാണല്ലോ. ആലവരാതി. ഓ, പെണ്ണ് ഇളിച്ചുകൊണ്ട് നിൽക്കുന്ന കണ്ടാ മതി. ഇയാളോട് കൊഞ്ചാനും തറുതല പറയാനും പെണ്ണിന് കഴുത്തിന് ചുറ്റും നാവാ. ഇയാളിപ്പോൾ അവൾ ഉരുക്കി തീർക്കുമല്ലോ. മാങ്ങാത്തൊലി. നീ ഞാൻ പറഞ്ഞു പഠിച്ചോ? അപ്പൊ താനിതുവരെ പഠിച്ചില്ലേ? താനെ ഞാൻ എന്തിനാ പിന്നെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയത്? ഇയാളിതെന്താ ഈ പറയുന്നത്? ഇയാൾക്കുള്ള അൽഷിമൈസാണ് കർത്താവേ. എന്തായാലും കൂടിയേനാ. താനെന്തായാലും ക്ലാസ് കരുതോ, അവിടെ പോയി നിൽക്ക്. സമസാരി ചിരിച്ചങ്ങ് പോയി. ഇതിനെ പുറത്തെടുത്തിയാൽ ശരിയാവില്ല. 4-5 ദിവസമായാലും കുരിപ്പിനെ കണ്ടിട്ട്. ഇവളിനി വല്ലവനെയും കൂടെ പോയോ? അതോ ഇനി വല്ലവനും തള്ളിക്കൊന്നോ? സ്വഭാവം വെച്ച് നോക്കുമ്പോൾ അതിന് ചാൻസ് ഉണ്ട്. ഇതിനെ വയറ്റുള്ള സമയത്ത് ഇതിൻ്റെ തള്ള വല്ല കരിമരുന്നാണോ തിന്നത്? ആരോടെങ്കിലും ചോദിച്ചാലോ എന്താ വരാത്തെന്ന്? വേണ്ട, മോശം. ദയവളുടെ വാലും തലയും 3 എപ്പോഴും ഒരുമിച്ചാണ്, താറാവും കുഞ്ഞുങ്ങളും പോലെ. എവിടെ പോയി നിങ്ങളുടെ സന്തോഷാചാരി? അവളുടെ കല്യാണ. ഭൂമി തലകീഴായി മറിയുന്ന പോലെ. ഞാൻ ഭൂമിയിൽ തന്നെയല്ലേ ഉള്ളത്? വല്ല അന്യഗ്രഹത്തിൽ നിൽക്കുന്ന പോലെ ഒരു ഫീല്. ഞാനിത് എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ ഈശ്വര അവസ്ഥ. എൻ്റെ മോളെ, നീ എന്താ സുറുമിയെ തോൽപ്പിക്കാൻ ഇറങ്ങിയേക്കുവാണോ? ഷോ, ഇന്ന് പിന്നെ ഒരുങ്ങാണ്ടിരിക്കാൻ പറ്റുമോ? എന്തോരം ചെക്കന്മാർ വരുന്ന? ഇതിപ്പോ നിന്നെ കണ്ടാ നീയാണ് കല്യാണപ്പെടുന്ന് പറയല്ലോ. ഒന്ന് പോ സുക്കൂറാണ. ദൈവണേ, നിന്നോട് ഒരു 1000 വട്ടം പറഞ്ഞിട്ടുണ്ട് എന്നെ സുക്കൂറാണെന്ന് വിളിക്കരുതെന്ന്. എന്റെ പേര് ഷുക്കൂറാണെന്ന്. ഓ, രണ്ടും കണക്കാ. നിന്നൊക്കെ കാണുമ്പോഴാ പേരങ്ങ് മാറ്റിയാലോന്ന് ഞാൻ ആലോചിക്കുന്നത്. ഞാനിപ്പോൾ അത് ആലോചിച്ചോണ്ടിരിക്കുക, പേര് മാറ്റിയാലോ എന്ന്. എന്തിന്? നിന്റെ നല്ല പേരല്ലേ? അത്ര നല്ലതല്ല, പ്രത്യേകിച്ച് ആരോഗ്യത്തിന്. സുറുമിയും സുക്കൂറണനൊക്കെ എൻ്റെ കസിൻസാണ്. സുറുമിയുടെ നിക്കാഹാണ് നാളെ. മെഹന്തിയും ഹൽദിയൊക്കെ ആയി 4 ദിവസമായിട്ട് ഞങ്ങളെല്ലാവരും ഇവിടെ തന്നെയാണ്. സാറ് പോവാണോ? അപ്പോൾ ലാസ്റ്റ് പീരീഡ് കയറുന്നില്ലേ? സമസാറാണ്. ഇല്ല. എന്തേ വയ്യേ? സാർ ഇതങ്ങോട്ട് ഇത്ര ധൃതി പിടിച്ച് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എൻ്റെ വീട്ടിൽ ആന ഇരട്ട വിറ്റു, കാണാൻ പോവാ. എന്തേ, സാറ് പോരുന്നുണ്ടോ? അല്ല പിന്നെ, കൂശെല്ലാം ചോദിക്കാൻ വന്നിരിക്കുന്നു. ഇങ്ങേർക്കിത് എന്തു പറ്റി? വട്ടായോ? അലി വേണ്ട, വീട്ടിൽ പോയാൽ ശരിയാവില്ല. ഒന്നുകൂടെ പോയി കൺഫേം ചെയ്താലോ? ഇനി ലെവൾമാർ വേറെ വല്ലതും വിചാരിക്കുമോ? എന്തായാലും ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പം തൽക്കാലം സ്റ്റാഫ് റൂമിൽ തന്നെ പോയിരിക്കാം. തിരിച്ചു വരുന്ന കണ്ടിട്ടാവണം. സമസാറ് ചുഴിഞ്ഞ് നോക്കുന്നുണ്ട്. വെറുതെ അങ്ങേരെ ചൊറിയാൻ പോകണ്ടായിരുന്നു. അങ്ങേരെന്ത് പിഴച്ചു എന്തെങ്കിലും വിചാരിച്ചു കാണും. ഒന്ന് ചിരിച്ചു നോക്കാം. പുള്ളി കുഴപ്പമൊന്നുമില്ല. ഇന്നാണെങ്കിൽ സമയം പോണില്ല. ഇവളുമാരിത് എവിടെ പോയി? ആ തലതെറിച്ച് ഇവിടെ വാരി വരുന്നുണ്ട്. ഐഷ, ഒന്ന് എറിഞ്ഞു നോക്കാം. അല്ല, എന്നിട്ട് നിങ്ങൾ പോകണ കല്യാണത്തിന്? അതെന്തേ? ഞങ്ങൾ വലിയ കമ്പനിയൊന്നുമില്ല, ആ ഇത്തയായിട്ട്. ഓ, അപ്പം അവളുടെ കല്യാണമല്ല. ഇത് ഇവൾക്ക് നേരത്തെ അങ്ങ് പറഞ്ഞാൽ പോരെ, വെറുതെ മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട്. അല്ലെങ്കിൽ തന്നെ ഞാനെന്തിനാ പേടിക്കുന്നത്? അവളെൻ്റെ ആരാ? ഇഷ്ടമുണ്ട്, പക്ഷെ അത് പ്രേമാണോ? സ്റ്റുഡൻറ്റിനെ പ്രേമിക്കാനോ? മോശം.